ചങ്ങൈമാർ എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ സംഖ്യയുടെ സ്ഥിരം പരിപാടി വെച്ചില്ലേ, ഒരു പച്ചക്കള്ളം 1000 വട്ടം പറഞ്ഞുകൊണ്ടേയിരിക്കുക. 1000 വട്ടം പറഞ്ഞിട്ട് ആരും കേട്ടില്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടാകുമ്പം അതേ പച്ചക്കള്ളം 10,000 വട്ടം പറയും. ഇങ്ങനെ 10,000 വട്ടം പറയുമ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാർ വിചാരിക്കും ഇവര് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് വെച്ചിട്ട് ഇവര് പറഞ്ഞ പച്ചക്കള്ളം വിശ്വസിക്കും. അങ്ങനെ ഇവര് പണ്ട് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കാത്ത ഒരു പച്ചക്കള്ളായിട്ട് ഒരു സംഖ്യണി വീണ്ടും വന്നിരിക്കുകയാണ്. ആ പച്ചക്കള്ളം വേറെ ഒന്നല്ല, മദ്രസകൾക്ക് വേണ്ടി കേരള സർക്കാർ കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്നുള്ള ആ പച്ചക്കള്ളമായിട്ടാണ് ആ സംഖ്യണി വീണ്ടും വന്നിട്ടുള്ളത്. അതായത് പഴയ വീഞ്ഞ് വീണ്ടും പുതിയ കുപ്പിയിലായിട്ട് സംഖ്യകൾ ഇറക്കിയിട്ടുള്ളത്. നമുക്കെന്തായാലും ആ സംഖ്യണി പറഞ്ഞ പച്ചക്കള്ളം ഘട്ടം ഘട്ടമായിട്ട് കേട്ടിട്ട് വന്നാലോ? ഒന്നും രണ്ടും അല്ല, ഏകദേശം 18 കോടി രൂപയിലധികം കേരള സർക്കാർ മദ്രസ നന്നാക്കാൻ വേണ്ടി വാരിക്കോരി കൊടുത്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് നികുതി അടയ്ക്കുന്നവരാണ് അല്ലെ? അപ്പോ ആ പണം നമ്മുടെ പൊതു ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ കേരളത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം 18 കോടി രൂപ സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പലരും പറയും, അയ്യോ സർക്കാർ മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഇതൊക്കെ വെറുതെ പറയുന്നതാണ് എന്നൊക്കെ. പക്ഷെ അതാണ് കളി. ശമ്പളം കൊടുക്കുന്നില്ലെങ്കിലും നമ്മുടെ പണം അവർക്കായി കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഭാഗ്യം നമ്മളെ സംഘടന ചേച്ചി ഒരു കാര്യം സമ്മതിച്ച്, സർക്കാർ മദ്രസാധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം അത് സംഘടന ചേച്ചി സമ്മതിച്ചു. പക്ഷെ എന്നിട്ട് ഒരു പുതിയ പച്ചക്കള്ളം തട്ടിവിടുന്നുണ്ട്. മദ്രസകൾക്ക് 18 കോടി രൂപ മാസാമാസം കൊടുക്കുന്നുണ്ടെന്നാണ് ഈ സംഘടന തള്ള തട്ടിവിടുന്നത്. അതായത് ആ പഴയ കള്ളത്തിനെ ഞാൻ പറഞ്ഞ പോലെ പുതിയ കുപ്പിയിലായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ഈ സംഘടന തള്ള. ഇനി ഈ പച്ചക്കള്ളം ഈ സംഘികളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി വളച്ചൊടിക്കുന്നത് എങ്ങനെയാണെന്ന് കേട്ടിട്ട് വന്നാലോ? കേരള സർക്കാർ മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് ഉണ്ടാക്കിയത് മുതൽ 18 കോടി രൂപയോളം പൊതുഖജനാവിൽ നിന്നും നൽകിയിട്ടുണ്ട്. ആദ്യത്തേത് 10 കോടി രൂപയുടെ കോർപ്പസ് ഫണ്ട്. ഒരു ബോർഡ് തുടങ്ങുമ്പോൾ അതിനൊരു അടിസ്ഥാന പണം വേണ്ടേ? അതിനാണ് ഈ 10 കോടി കൊടുത്തത്. ചിലവഴിക്കാനുള്ള പണമല്ല, എപ്പോഴും അവിടെ ഉണ്ടാകേണ്ട കരുതൽ ധനം. രണ്ടാമത്തേത് 7.91 കോടി രൂപയുടെ ഇൻസെന്റീവ് ഗ്രാന്റുകൾ, അതായത് പെൻഷൻ, മെഡിക്കൽ സഹായം തുടങ്ങിയ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടി പിന്നീട് പല സമയത്തായി സർക്കാർ അടിച്ചു കൊടുത്ത പണം. ഇവർ തന്നെ സമ്മതിക്കുന്നുണ്ട് ആ 10 കോടി രൂപ മദ്രസകൾക്ക് ചെലവഴിക്കാൻ പറ്റില്ലെന്ന്. കാരണം അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. അപ്പൊ പിന്നെ മദ്രസകൾക്ക് എടുക്കാൻ പറ്റുന്ന പൈസ മദ്രസകൾ എങ്ങനെയാണ് ചെലവാക്കുക? എന്റെ സംഖ്യ തള്ളേ. ഇവർ ഈ പറഞ്ഞ പച്ചക്കള്ളം വിശ്വസിക്കുന്ന സംഖ്യയുടെ അവസ്ഥ ആലോചിക്കുമ്പോഴില്ല ദയനീയത തോന്നുന്നു. ഇനി നമുക്ക് മദ്രസ ക്ഷേമനിധി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് കൃത്യമായിട്ട് കേട്ടിട്ട് വന്നാലോ? കേരളത്തിലെ മദ്രസ അധ്യാപകരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന കേരള മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും നിലവിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ താഴെ നൽകുന്നു. 1. ശമ്പളം നൽകുന്നത് സർക്കാരല്ല. മദ്രസ അധ്യാപകർക്ക് സർക്കാർ ശമ്പളം നൽകുന്നില്ല. അതാത് മദ്രസ മാനേജ്മെന്റുകളാണ് അധ്യാപകർക്ക് ശമ്പളം നൽകുന്നത്. ഇതിനായി സർക്കാർ ഖജനാവിൽ നിന്ന് പണം ചിലവാക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയതാണ്. 2. ക്ഷേമനിധി ബോർഡിന്റെ വരുമാന മാർഗങ്ങൾ. ഈ ക്ഷേമനിധി ബോർഡ് പ്രധാനമായും പ്രവർത്തിക്കുന്നത് അംഗങ്ങളുടെ വിഹിതം ഉപയോഗിച്ചാണ്. അംഗങ്ങളുടെ വിഹിതം. ക്ഷേമനിധിയിൽ അംഗങ്ങളായ അധ്യാപകർ മാസം തോറും ഒരു നിശ്ചിത തുക, നിലവിൽ 50 രൂപ വിഹിതമായി അടക്കുന്നു. മാനേജ്മെന്റ് വിഹിതം. അതാത് മദ്രസ കമ്മിറ്റികളും ഓരോ അധ്യാപകനും വേണ്ടി ഇതേ തുക 50 രൂപ വിഹിതമായി നൽകുന്നു. മറ്റു വരുമാനങ്ങൾ, രജിസ്ട്രേഷൻ ഫീസ്, സംഭാവനകൾ എന്നിവയും ഇതിലേക്ക് എത്തുന്നു. പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ നൽകുന്നത് പ്രധാനമായും അധ്യാപകർ തന്നെ അടക്കുന്ന വിഹിതത്തിൽ നിന്നാണ്. അംഗങ്ങളായ അധ്യാപകർക്ക് 60 വയസ്സിന് ശേഷം പെൻഷൻ, ചികിത്സാ സഹായം, വിവാഹ ധനസഹായം, മക്കൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡുകൾ എന്നിവ ഈ ഫണ്ടിൽ നിന്ന് നൽകാറുണ്ട്. ചുരുക്കത്തിൽ മദ്രസ അധ്യാപകർക്ക് സർക്കാർ നേരിട്ട് ശമ്പളമോ വലിയ തോതിലുള്ള സാമ്പത്തിക സഹായമോ നൽകുന്നില്ല. അധ്യാപകരും മദ്രസ മാനേജ്മെന്റുകളും ചേർന്ന് നടത്തുന്ന ഒരു സ്വയം പര്യാപ്ത സംവിധാനമാണിത്. കണ്ട സത്യങ്ങളുണ്ടല്ലോ നമ്മളെ വിരൽ തുമ്പിലാ ഉള്ളത്. പക്ഷെ എന്താ ചെയ്യാ, സംഖ്യകളുണ്ടല്ല ഇതുപോലുള്ള സംഖ്യകൾ പറഞ്ഞ പച്ചക്കള്ളം മാത്രമേ വിശ്വസിക്കാൻ നോക്കൂ. എന്നിട്ട് സംഖ്യകൾ ഇതുപോലുള്ള സംഖ്യകൾ പറഞ്ഞ പച്ചക്കള്ളം അവിടെ ഇവിടെയും പോസ്റ്റ് ഇടും. അതായത് മദ്രസകൾക്ക് മാസാമാസം സർക്കാർ കോടിക്കണക്കിന് ഉറുപ്പ്യ കൊടുക്കുന്നുണ്ട്, ഹിന്ദുക്കളെ ഉണരൂ ഇങ്ങനെ തട്ടിവിടും സംഖ്യകൾ. മദ്രസകളുടെ ഒരു അവസ്ഥ ആലോചിച്ചട്ടെ, അവരെ ഫണ്ട് തന്നെ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് കേൾക്കുന്നതോ മദ്രസകൾക്കുള്ള പൈസ വെച്ച് സർക്കാരാ കൊടുക്കുന്നതെന്ന്. എന്താ ഒരവസ്ഥ. നമുക്കിനി സംഘടന തള്ളിയുടെ അടുത്ത തള്ളു കേട്ടിട്ട് വരാം. ഈ 18 കോടി രൂപ എവിടെ നിന്നും വന്നു? നിങ്ങളുടെയും എന്റെയും ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം മറ്റെല്ലാവരും അടച്ച നികുതി പണത്തിൽ നിന്നുമാണ്. ശമ്പളം മാനേജ്മെന്റ് കൊടുക്കുന്നുണ്ടോ എന്നതല്ല ഇവിടെ വിഷയം. ശമ്പളം ഒരു വഴിക്ക് ഈ ക്ഷേമനിധിയിലേക്ക് 18 കോടി പൊതുപ്പണം ഒഴുക്കിയത് വേറൊരു വഴിക്കാണ്. ഈ സത്യം മറച്ചു പിടിക്കാൻ ആരും ശ്രമിക്കേണ്ട കാര്യമില്ല. ഇവിടെയാണ് നമ്മുടെ ചോദ്യം. ഒരു മതനിരപേക്ഷ സർക്കാർ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ മതപരമായ വിദ്യാഭ്യാസ സംവിധാനത്തെ സ്ഥിരമായി നിലനിർത്താനും സഹായിക്കാനും വേണ്ടി എന്തിനാണ് കോടിക്കണക്കിന് രൂപ പൊതുപണം നൽകുന്നത്? ഇത്
കണ്ട ഈ സംഘിണി തള്ളിയുണ്ടല്ല വീണ്ടും വീണ്ടും ആ പച്ചക്കള്ളം തന്നെ പറയുന്നത് സർക്കാർ കോടിക്കണക്കിന് രൂപ മാസാമാസം മദ്രസകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. എന്റെ സംഘിണി തള്ളെ, മദ്രസകളുണ്ടല്ല അവരുടെ ഫണ്ടിൽ നിന്ന് തന്നെയാണ് മദ്രസകൾക്ക് വേണ്ട പൈസ ചെലവാക്കുന്നത്. അതിന് നിനക്കെന്തിനാണ് കുരുപൊട്ടുന്നത്? നീ തന്നെ സമ്മതിക്കുന്നുണ്ടല്ല സർക്കാർ കൊടുത്ത 10 കോടി രൂപ അവിടെ സ്ഥിര നിക്ഷേപമാണെന്ന്. അത് എടുക്കാനും പറ്റില്ല. പിന്നെ എന്താണ് നിന്റെ കുഴപ്പം? അതായത് ശബരിമലയിൽ വരുന്ന വരുമാനം മദ്രസ അധ്യാപകർക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ പച്ചക്കള്ളൂലെ സംഘികൾ പ്രചരിപ്പിച്ച പച്ചക്കള്ളം, അത് പൊളിഞ്ഞതിന് ശേഷം സംഘികൾ കൊണ്ടുവന്ന പുതിയൊരു ഉടായ്പാണ് ഈ സംഭവം. കേരള സർക്കാർ മാസാമാസം 10 കോടി രൂപ മദ്രസകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. എങ്ങനെയാണ് സംഘിണി തള്ളെ ഇതുപോലുള്ള പച്ചക്കള്ളങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്? ഒരു കാര്യം ഉണ്ടട്ടാ, നമ്മളെ സംഖ്യകളുണ്ടല്ല സത്യം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണ്ടി ആഹാരം കൊണ്ടും പറ്റില്ല. പക്ഷെ ഒരു പച്ചക്കള്ളം പെട്ടെന്ന് വിശ്വസിക്കാൻ വേണ്ടി നമ്മളെ ചാണക സംഖ്യകളെ കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളൂ. നമുക്ക് ഈ സംഖ്യനെ തള്ള അവസാനമായിട്ട് എന്താ തള്ളുന്ന് കേട്ടിട്ട് വരാം. വാ. ഈ 18 കോടി രൂപ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റ് പിന്നോക്കം നിൽക്കുന്ന എല്ലാ വിഭാഗക്കാർക്കും ഒരുമിച്ച് പ്രയോജനകരമാകുന്ന ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടിയോ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എത്രയോ നന്നായിരുന്നു. നമ്മുടെ പണം രാഷ്ട്രീയ നേട്ടങ്ങൾക്കും പ്രീണനത്തിനും വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത് അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾക്കോ? നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്റെ സംഖ്യ ചേച്ചിയെ, പക്ഷെ സംഖ്യക്ക് കുഴപ്പമുണ്ടാവും. കാരണം സംഖ്യകൾക്കുണ്ടല്ല വിദ്യാഭ്യാസപരമായിട്ടുള്ള എന്ത് സംഭവം ഉണ്ടെങ്കിലും അതിനോട് എതിർപ്പ് മാത്രമേ ഉണ്ടാവൂ. സംഖ്യകൾ പറ്റുമെങ്കിൽ എന്താ ആലോചിക്കുന്നറിയാം, കേരളത്തിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടണമെന്നാണ്. കാരണം വിദ്യാഭ്യാസമുള്ള ഒരു ജനവിഭാഗം ഉണ്ടാകുമ്പോണ്ടല്ല സംഖ്യക്ക് വളരാൻ പറ്റൂല. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ മുസ്ലിം സമൂഹം ഉണ്ടല്ല, അത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തുണ്ടല്ല ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് മുസ്ലിം വിദ്യാലയങ്ങളുണ്ടല്ല ഇപ്പോഴും ഒരുപാട് ഉപകാരങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസ ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എന്റെ സംഖ്യ തള്ളെ. അതുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തുണ്ടല്ല ഒരു ഉപകാരം ചെയ്ത സംഖ്യകളുണ്ടല്ല തൽക്കാലം അതിനെപ്പറ്റി മിണ്ടാതിരിക്കുന്ന ഏറ്റവും നല്ലത്. അതുകൊണ്ട് നിന്നെപ്പോലത്തെ സംഖ്യകളുണ്ടല്ല ഇതുപോലുള്ള പച്ചക്കള്ളങ്ങളുമായിട്ട് വീണ്ടും വരിക. ഒരു വിരൽത്തുമ്പ് കൊണ്ട് നിങ്ങളുടെ പച്ചക്കള്ളങ്ങൾ പൊളിച്ചെടുക്കാൻ നമുക്കറിയാം. പക്ഷെ എനിക്ക് സങ്കടം തോന്നുന്നത് നീയൊക്കെ പറഞ്ഞ പച്ചക്കള്ളം വിശ്വസിച്ചിട്ട് നിന്റെയൊക്കെ സംഖ്യകൾ വീണ്ടും വീണ്ടും പൊട്ടന്മാരാവുകയാണെന്നുള്ള ആലോചിച്ചിട്ട് മാത്രമേ ചെറിയൊരു സങ്കടമുള്ളൂ എനിക്ക്. അപ്പൊ ഈ പച്ചക്കള്ളം പറഞ്ഞ ഈ സംഘിണി ചേച്ചിക്കും ഈ പച്ചക്കള്ളം വിശ്വസിച്ചിട്ട് വീണ്ടും വീണ്ടും പൊട്ടന്മാരാകുന്ന സംഘികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.